ഓ, കെട്ടില്ലമ്മ പള്ളിയിലോർക്കം കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇതുവരെ. മണി 5 ആയി. നീ ഇപ്പോഴാണോ എണീക്കണത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കാലത്ത് എന്ന് 4 മണിക്ക് എണീറ്റ് അടുക്കളയിൽ കയറണമെന്ന്? അത് അമ്മ, എനിക്ക് നല്ല വയറുവേദനയായിരുന്നു. അതാ ഞാൻ എണീക്കാൻ താമസിച്ചത്. നിനക്ക് വയ്യെന്ന് പറഞ്ഞ ഇവിടെ ആർക്ക് ആഹാരം ഒന്നും കഴിക്കണ്ടേ? എണീറ്റ് വന്ന് അടുക്കള കയറാൻ നോക്ക്. ഞാൻ ഞാനിപ്പോ വരാമേ. വേഗം ആവട്ടെ. ഉം. ജാനകിക്ക് വയ്യെങ്കിൽ കുറച്ചു നേരം കൂടി കിടന്നൂടെ? എന്തിനാ ഇത്ര രാവിലെ എണീറ്റ് പോവാൻ നിൽക്കുന്നത്? അയ്യോ, അതൊന്നും വേണ്ട രണ്ടുവേട്ട. എനിക്ക് എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. നല്ല കുറവുണ്ട്. ഞാൻ ഞാൻ വേഗം താഴേക്ക് ചെല്ലട്ടെ. തന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടെ ഒരു കാര്യമില്ല. താൻ നന്നാവണ ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ചെല്ല് ചെല്ല്. ഇനി താമസിച്ചതിന്റെ പേരിൽ വീണ്ടും അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കണ്ട. താരേച്ചി, ചായ. എന്താടി നിനക്ക് ചായ കൊണ്ടുതരാൻ ഇത്ര താമസം? മണി 8 കഴിഞ്ഞല്ലോ. അത് താരേച്ചി, ഞാനിന്ന് അടുക്കളയിൽ കയറാൻ കുറച്ച് ലേറ്റായി. അതാ താമസിച്ചത്. അനന്തുവേട്ടനും നീയും ഒരുമിച്ചൊരു ബെഡിലാണോടി കിടന്നുറങ്ങുന്നത്? അതാണോ നിനക്ക് രാവിലെ എണീറ്റ് വരാൻ ഇത്രയ്ക്ക് താമസം? ഇതേ താരേച്ചി, ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയല്ലേ. ഞാൻ അനന്തുവേട്ടൻ്റെ കൂടെ ബെഡിലൊന്നും അല്ല കിടക്കുന്നത്. ഞാൻ ഞാൻ മാറിയാ കിടക്കണത്. എനിക്കറിയാം എൻ്റെ സ്ഥാനം എന്താണെന്ന്. ആ, അത് ഓർമ്മ ഉണ്ടായാ നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ മറ്റേ കവിളിലും നിമ്മിയുടെ കൈവിരൽ പതിഞ്ഞു കിടക്കും. ഇല്ലെങ്കിൽ പതിപ്പിക്കും ഈ താര.